ഉദ്ഘാടനം ചെയ്യാൻ സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യപ്പെട്ടുള്ള സാംസ്കാരിക സായാഹ്നത്തിന് തുടക്കം കുറിക്കുകയാണ്. ഈ സാംസ്കാരിക സായാഹ്ന സദസ്സ് ഉദ്ഘാടനം ചെയ്യാൻ വളരെയേറെ സന്തോഷത്തോടുകൂടി ഏറ്റ് കൃത്യസമയത്ത് തന്നെ ശ്രീമതി ദിവ്യ എസ് അയ്യരെ ഏറെ സ്നേഹപൂർവ്വം സന്തോഷത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിക്കാൻ ശ്രീമതി ദിവ്യ എസ് അയ്യരോട് അഭ്യർത്ഥിക്കുകയാണ്. നന്ദി മാഡം. അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തോടനുബന്ധിച്ച് നമ്മുടെ സംസ്ഥാന വനിതാ കമ്മീഷൻ ഇന്ന് ഇവിടെ ഈ ഒരു സംഗമം, ഒരു വേദി എന്നോ സദസ്സെന്നോ എടുത്തു പറയുവാനും തിരിച്ചു പറയുവാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മളിപ്പോ ഇവിടേക്ക് കയറിയതും സംസാരിച്ചതും എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായി. ഔപചാരികതയുടെ ഒരു മറയില്ലാതെ തന്നെ പരസ്പരം സ്നേഹത്തിന്റെ ഭാഷയിൽ സംവദിക്കുവാനും ആശയങ്ങൾ വിനിമയം ചെയ്യുവാനും നമുക്ക് സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഒരുപക്ഷെ ഒരു കുടുംബത്തിൽ, ഒരു ഓഫീസിൽ, ഒരു മുറിയിൽ വനിതകൾ പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ മാറ്റം എന്നുള്ളത്. അത് നമുക്ക് ഈ അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ഈ ഒരു സംഗമവേദിയിലും കാണാൻ സാധിക്കുന്നു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. രാവിലെ നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഈ ഒരു സമ്മേളനത്തിൽ, ഈ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കുവാൻ എനിക്ക് ഭാഗവാക്കാകുവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. നമ്മൾ സായാഹ്നം എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം മധ്യാഹ്നമേ ആയിട്ടുള്ളൂ അല്ലേ? മധ്യാഹ്നം കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കലാസായാഹ്നത്തിന് നമ്മൾ തുടക്കം കുറിക്കുകയാണ്. ഒരുപക്ഷെ അതും വനിതകളുടെ തന്നെ ഒരു സവിശേഷതയുടെ ഭാഗമാണ് എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാം കാലേ കൂടി ചിന്തിച്ച് പ്രവർത്തിച്ച് തയ്യാറായി ഒരുങ്ങിയിരിക്കുക എന്നുള്ളതും ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും വരാൻ പോകുന്ന മാറ്റങ്ങൾക്ക് വേണ്ടി അലമുറ കൂടാതെ തന്നെ എന്നാൽ അനുഭവ സമ്പത്തുള്ള വ്യക്തികളിൽ നിന്നും കഥകളും അനുഭവങ്ങളും കേട്ടറിഞ്ഞ് അതിന് തയ്യാറായി ഇരിക്കുക എന്നുള്ളത് ഒരുപക്ഷെ പെൺകുട്ടികൾക്ക് മാത്രം പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു കൃത്യമാണോ എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളിൽ നമ്മൾ സ്ത്രീകൾ എങ്ങനെയാണ് അനുദിനം ജീവിക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ പെൺകുട്ടികളെ വളർത്തുന്നത് എന്നുള്ളത് കണ്ടാൽ നമുക്കത് മനസ്സിലാകും. ഒരു പെൺകുട്ടി വളർന്ന് വലുതായി വരുന്ന മുറയ്ക്ക് തന്നെ അവളുടെ ജീവിതത്തിൽ മറ്റൊരു വീട്ടിലേക്ക് പോകേണ്ടവളാണ് എന്നുള്ളതിൽ നിന്നും തുടങ്ങി അനേകം എന്നാൽ ഓരോ പെൺകുട്ടിക്കും തൻ്റെ സ്വാതന്ത്ര്യവും തൻ്റെ സ്വരവും സമൂഹത്തിൽ പ്രകടിപ്പിക്കുവാനുള്ള സാധ്യതകളും അവസരങ്ങളുമാണ് നമ്മൾ നൽകേണ്ടത് എന്നുള്ളത് ആ ഒരു യത്നത്തിൽ എവിടെയോ നമ്മൾ മറന്നു പോകുന്നുണ്ട്. ആ ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ മാത്രം ഈ ഒരു അവസരത്തിൽ നടത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇന്നും ഈ തലമുറയിലും നമ്മൾ നമ്മുടെ പെൺകുട്ടികളെ വീട്ടിൽ വളർത്തുന്ന മുറയ്ക്ക് വീട്ടുജോലി ചെയ്യുവാനും അല്ലെങ്കിൽ നമ്മൾ അടുക്കളയിലെ ജോലി ചെയ്യുവാനും അതുമല്ലെങ്കിൽ എങ്ങനെയാണ് വിവാഹത്തിനായി തയ്യാറെടുക്കേണ്ടത് എന്നും എങ്ങനെയാണ് തൻ്റെ സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾക്ക് കൂട്ടുനിൽക്കാതെ അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങളെ മാത്രം നോക്കാതെ മറ്റുള്ളവർക്കായി എങ്ങനെയാണ് ജീവിതം ജീവിച്ചു തീർക്കേണ്ടത് എന്നുമൊക്കെ പറയുന്ന അച്ഛന്മാരുടെയും അമ്മമാരുടെയും കുടുംബങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ഒന്നും എണ്ണം ഒട്ടും കുറവല്ല എന്ന് നമുക്കറിയാം. ഒരുപക്ഷെ അത് തുറന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ഒരല്പം ലജ്ജ തോന്നുന്നുണ്ടായിരിക്കും. അത് തുറന്ന് സമ്മതിക്കുവാനുള്ള ഒരു പ്രയാസവും നമുക്കുണ്ടായിരിക്കും. പക്ഷെ ഇപ്പോഴും അങ്ങനെയാണ് നമ്മൾ നമ്മുടെ പെൺകുട്ടികളെ പറഞ്ഞ് വളർത്തുന്നത് എന്നുള്ളത് ഒന്ന് ആഞ്ഞ് ശ്രമിച്ച് മാറ്റേണ്ടതായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു.
വിവാഹം എന്നത് ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ അന്തിമ ഘട്ടവുമല്ല, ആദ്യ ഘട്ടവുമല്ല. ആ ജീവിത പ്രയാണത്തിൽ ഒരു ഭാഗം മാത്രമാണ് എന്നുള്ളത് നമ്മൾ സ്കൂളിൽ പഠിക്കാൻ പോകുന്നത് പോലെ, കോളേജിൽ പഠിക്കാൻ പോകുന്നത് പോലെ, ഒരു തൊഴിൽ സമ്പാദിക്കുന്നത് പോലെ ഒരു കുടുംബം ആരംഭിച്ച് നമ്മുടെ ജീവിതം അതിൻ്റെ ഒരു ഭാഗമായി തീരുന്നു എന്നുള്ളത് മാത്രമാണ് എന്നുള്ള പുരുഷൻ എങ്ങനെയാണോ വിവാഹം പ്രധാനം, അതുപോലെ മാത്രമാണ് സ്ത്രീക്കും അത് പ്രധാനം എന്നുള്ള ഒരു വസ്തുത നമ്മൾ ചിന്തിക്കേണ്ടതായിരിക്കും. എന്നാൽ അങ്ങനെ അല്ലേ ഇപ്പോൾ എന്ന് ചോദിക്കുന്ന ചിലരെങ്കിലും ഉണ്ടായിരിക്കും. ഇതുപോലത്തെ കാര്യങ്ങൾ ഇതിന് മുൻപ് പറഞ്ഞിട്ടുള്ളപ്പോൾ ഒരുപക്ഷെ സമൂഹ മാധ്യമങ്ങളിൽ മറുപടി ലഭിച്ചിട്ടുള്ളത് ചിലതൊക്കെ വായിക്കാൻ പറ്റുന്നതാണ്, ചിലതൊക്കെ വായിച്ചാൽ അത് ഒരു വശത്തെ വസ്തുതകൾ മാത്രം നോക്കിക്കൊണ്ടാണ് സംസാരിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. അതൊന്ന് പറഞ്ഞു പോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, സ്ത്രീക്കും പുരുഷനും വിവാഹം, കുടുംബജീവിതം എന്നൊക്കെയുള്ളത് തുല്യ പ്രാധാന്യമുള്ളതാണ് എന്ന് നമ്മൾ ഒരുപക്ഷെ സംസാരിക്കുമ്പോഴും നമ്മുടെ സ്വന്തം കുടുംബങ്ങളിലും നമ്മുടെ സ്വന്തം കുഞ്ഞുങ്ങളിലും ആ ആശയങ്ങളും ആ പ്രതീക്ഷകളും ആ സ്വപ്നങ്ങളും ഒക്കെ നട്ടു വളർത്തുമ്പോൾ ഒരു സ്ത്രീ എങ്ങനെയാണ് പുരുഷന്റെ കണ്ണിൽ അവൾ ആകൃഷ്ടയായിരിക്കേണ്ടത്, ഒരു കുടുംബത്തിനുള്ളിൽ എങ്ങനെയാണ് ഒതുങ്ങി നിൽക്കേണ്ടവളാകേണ്ടത്, മറ്റൊരു കുടുംബത്തിനുള്ളിൽ ഒരു പ്രവാസിയായി എങ്ങനെയാണ് ജീവിതം ജീവിച്ച് തീർക്കേണ്ടത് എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് അറിഞ്ഞും അറിയാതെയും പറഞ്ഞും അറിയാതെയും നമ്മൾ അവളെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. ഞാൻ ആ വാക്ക് എന്തിനാണ് ഉപയോഗിച്ചത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രവാസി എന്നുള്ള വാക്ക് നമ്മുടെ സാധാരണഗതിയിൽ നമ്മുടെ നാട് വിട്ട്, നമ്മുടെ ദേശം വിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നവരെയാണ് പറയാറുള്ളത്, അല്ലെ? പ്രവാസികൾ എന്നുള്ളത് സ്വവാസവും പ്രവാസവും. പക്ഷെ ഈ ഹോളിൽ ഇരിക്കുന്ന ഭൂരിഭാഗം വനിതകളും, എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല, ഭൂരിഭാഗം വനിതകളും തങ്ങളുടെ സ്വന്തം വീടുകൾ, അല്ലെ, സ്വന്തം വീടുകൾ വിട്ടിറങ്ങി മറ്റൊരു വീട്ടിലേക്ക്, തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പ്രവാസിയായി കയറി ചെല്ലുന്നവളാണ് എന്നുള്ളത് സർവ്വസാധാരണമായി നമ്മൾ സാധാരണവൽക്കരിച്ചിരിക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ. അത് തിരിച്ചെത്ര പേർക്ക് പറ്റും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഒരുപക്ഷെ ഒന്ന് ഓർക്കുന്നത് പോലുമില്ല, അല്ലെ? അഥവാ അതിലൊരു മാറ്റം കൊണ്ടുവരണം എന്നുണ്ടെങ്കിലും കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭാര്യയും ഭർത്താവും കൂടി വേറൊരു വീടെടുത്ത് താമസിക്കുമെന്ന് പറയാറുള്ളൂ. തിരിച്ച് ഭർത്താവ് ഭാര്യയുടെ വീട്ടിൽ വന്ന് അല്ലെങ്കിൽ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് വന്ന് താമസിക്കുക എന്ന് പറയുന്നതിനെ ഇന്നും നാണക്കേടിന്റെ ഭാഗമായിട്ട് കാണുന്ന ഒരു സമൂഹം നിലനിൽക്കുന്നതാണ്. അത്രയ്ക്ക് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ മുതൽ നമ്മൾ വിവാഹ ജീവിതത്തിന്റെ സമവാക്യം തിരുത്തി കുറിക്കേണ്ടതായിട്ടുണ്ട്. പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും രണ്ടുപേർക്കും എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്നും നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന, മഹത്വവൽക്കരിക്കുന്ന വിവാഹം എന്നുള്ള ഈ സ്ഥാപനത്തിനോട് കൂറ് പുലർത്തേണ്ടത് എന്നുള്ളത് തുല്യ രീതിയിൽ തന്നെ പഠിപ്പിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എൻ്റെ വലിയ അഭ്യർത്ഥന. പെൺകുട്ടിക്ക് വിവാഹം എന്നുള്ളത് തൻ്റെ ജീവിതത്തിൽ താൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും എല്ലാ പ്രയത്നത്തിൻ്റെയും ഒരു പാരിതോഷികമാണ് എന്നുള്ള രീതിയിൽ ഒരിക്കലും അതിനെ ഊതിപ്പെരുപ്പിച്ച് കാട്ടരുത് എന്നും, ആൺകുട്ടിക്ക് താൻ എന്തൊക്കെയായാലും, എത്ര മോശപ്പെട്ട വ്യക്തിയായാലും ഒരു വിവാഹം കഴിച്ചാൽ എല്ലാം അങ്ങ് ശരിയാകും എന്നുള്ള രീതിയിൽ അതിനെ ഇരുത്തി കാണുകയും ചെയ്യരുത് എന്നുള്ള ഒരു അഭ്യർത്ഥന സമൂഹത്തിനോട് നമ്മൾ എല്ലാവരും ശക്തമായി ഒരുമിച്ച് തന്നെ മുന്നോട്ട് വയ്ക്കണം എന്നുള്ളത് മാത്രമാണ് ഈ വനിതാ ദിനാചരണത്തോടനുബന്ധിച്ച് ഈ ഒരു വേദിയിൽ എനിക്ക് പങ്കുവയ്ക്കുവാനുള്ളത്. നമ്മൾ അതിന് എത്ര വില കൊടുക്കുന്നു എന്നുള്ളത്, വിവാഹത്തിന് നമ്മൾ എത്ര വില കൊടുക്കുന്നു എന്നുള്ളത് നമ്മുടെ കണ്ണിൽ എന്താണ് എന്നുള്ളതിനേക്കാൾ ഉപരി സമൂഹത്തിന്റെ കണ്ണിൽ അതെങ്ങനെയാണ് എന്നുള്ളതും പ്രധാനമാണ്.
ഇത് ശാസ്ത്രത്തിൽ ശരിക്കും മനഃശാസ്ത്രത്തിൽ ഒരു ഒരു തിയറി, ഒരു സിദ്ധാന്തം തന്നെയുണ്ട് അതിന്റെ പേര്.